മരണം അടുത്തെത്തിയിരിക്കുന്ന കുട്ടികളുടെ ഒരു റിയാലിറ്റി ഷോ. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ഇപ്പോ ചെറിയ കുട്ടികളിലും ഉണ്ട്. അതിന്റെ കാര്യകാരണങ്ങളും നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രശസ്തരായ ഡോക്ടർമാർ, എക്സാമ്പിൾ ഡോക്ടർ വി പി ഗംഗാധരൻ, അങ്ങനെയുള്ളവര് നമ്മുടെ അതിഥികളായിട്ടും എത്തും. അതേസമയം മരണത്തിന്റെ കാലൊച്ച അടുത്തെവിടെയുണ്ടെന്ന് അറിയാൻ മേലാത്ത, അല്ലെങ്കിൽ അറിയുന്ന കുട്ടികൾ, അവരില് പാട്ടും ഡാൻസും അഭിനയവും നർമ്മവും ഒക്കെ അറിയുന്ന ടാലന്റഡ് ആയ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അവരെ കണ്ടെത്തി നമ്മൾ ടൈം ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നു. അവര് പാടുന്നു, നൃത്തം ചെയ്യുന്നു, വരയ്ക്കുന്നു. ഒപ്പം ഒരു പ്രാർത്ഥന നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നു. ഈ കുരുന്നിനു വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ചികിത്സാ ചെലവിന്റെ ഭാരം താങ്ങാനാകാത്ത കുട്ടികൾക്ക് കാരുണ്യത്തിന്റെ ഒരു കൈ നീട്ടാനും അവസരം കൊടുക്കുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർക്ക്. അങ്ങനെയാണ് സർ പ്രാർത്ഥനയോടെ എന്ന പ്രോഗ്രാം ഞാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗുഡെന്നോ വെരി ഗുഡെന്നോ ഞാൻ പറയുന്നില്ല. പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. എക്സലന്റ്. റിയലി താങ്ക് യു സർ. യാ, എക്സലന്റ് ദേവിക. കഴിയുന്ന നേരത്തെ നമ്മുടെ ഈ പ്രോഗ്രാം എയർ ചെയ്യണം. എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. സർ, എന്റെ മോളുടെ പേരും പ്രാർത്ഥന എന്നാണ്. ആ ടൈറ്റിൽ ഇടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോ, പ്രോഗ്രാമിന് ആപ്റ്റായ പേരാണ്. ഇറ്റ്സ് ഓക്കെ. ദെൻ യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു സർ. ദേവിക, അവിടെ ഒരു വിശേഷം ഉണ്ടായിട്ട് നീ എന്താ ഇതുവരെ എന്നെ അറിയിക്കാതിരുന്നത്? ദേവിക, അങ്ങനെ നീ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ കരുതി. എടി, നിനക്ക് കത്തിയില്ലേ? ഞാൻ ചാനലില് ജോയിൻ ചെയ്തു. അതാണ് വലിയ വിശേഷം. ഇപ്പൊ നിന്നോട് സംസാരിക്കുന്നതേ ടൈം ടിവിയിൽ പ്രൊഡ്യൂസറായി ചാർജ് എടുത്ത ദേവിക രാഹുൽ കൃഷ്ണയാണ്. മനസ്സിലായോ? ചില സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് ജോലി പ്രവേശിച്ചത്. അതെന്താ? ഒക്കെ പിന്നെ പറയാം. അല്പം ഡ്രാമാറ്റിക് ആണ്. അനുവിനോടും പറഞ്ഞേക്കണേ. മോളോട് പിന്നെ സംസാരിക്കാം. നീ കേക്കുന്നുണ്ടോ? ഹലോ, എന്താ സുജയ്? അല്ല, നീ പെട്ടെന്ന് വിളിച്ചപ്പോ ഞാനങ്ങ് വല്ലാതെയായി. അതെന്താ വല്ലാതായത്? ഒന്നുമില്ല. ശരിയെന്നാ, പിന്നെ വിളിക്കാം. സുജ, ദേവികയെ വിവരം അറിയിക്കാതെ ഇതെങ്ങനെ മാനേജ് ചെയ്യാ? ഒരു ഐഡിയയും കിട്ടുന്നില്ല. ക്യാൻസർ ആണെന്ന് പറയാതെ മറ്റേതെങ്കിലും സീരിയസ് ആയ അസുഖമാണെന്ന് ദേവികയോട് സൂചിപ്പിച്ചാലോ? അതുകൊണ്ട് എന്താ അനുഫലം? അപ്പൊ ആ അസുഖത്തിന്റെ ഡീറ്റെയിൽസ് അവള് ചോദിക്കില്ലേ? നമ്മൾ പറയുന്ന അതുപോലെ അങ്ങ് വിശ്വസിക്കൂ. കൃത്യസമയത്ത് ദേവികേച്ചിക്ക് എറണാകുളത്തേക്ക് പോയിന്റ് വന്നല്ലോ. അതൊരു ഭാഗ്യായി.
അല്ലെങ്കിൽ ഇപ്പോ എല്ലാം അറിയുമായിരുന്നില്ലേ? മറ്റൊരു തരത്തിൽ ആലോചിച്ചാ അവൾ ഇവിടെ ഉണ്ടാവുന്നായിരുന്നു നല്ലത്. എല്ലാം അപ്പം മനസ്സിലായേനെ. അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പറയണം. എന്നായാലും അറിയണമല്ലോ. അത് ശരിയാവില്ല സാന്ദ്രെ. ഒരുപാട് നാളായി ആഗ്രഹിച്ച ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ദേവിക. ജീവിതം ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തിയതിന്റെ ആശ്വാസമുണ്ട് അവൾക്ക്. അതിനിടയിൽ മോളൊരു ക്യാൻസർ രോഗിയാണെന്ന് അറിയുന്നത് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. അതിനെ നേരിടാനുള്ള കരുത്ത് ഇപ്പൊ അവൾക്കില്ല. ടൈം ടിവിക്ക് തിരുവനന്തപുരത്ത് ഓഫീസുണ്ട്. ദേവികയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടിയാൽ നന്നായി. മോളുടെ അടുത്ത് നിൽക്കാലോ. അതൊരാശ്വാസമായിരിക്കും കുട്ടിക്ക്. നിരഞ്ജൻ തോമസ് ആണ് പ്രോഗ്രാം ചീഫ് എന്ന് അവൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് വിവരങ്ങൾ പറയണം. നേരിട്ടുണ്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടും. അതിന് എറണാകുളത്ത് പോണം. ഞാനൊരു സംശയം ചോദിക്കട്ടെ ഡോക്ടർ? ആ, എന്താ? അതായത് ദേവികേച്ചിൽ നിന്ന് നമ്മൾ അസുഖത്തിന്റെ വിവരം മറച്ചു വെക്കുന്നു. പ്രാർത്ഥനയിൽ നിന്നോ ചികിത്സ തുടങ്ങുമ്പോൾ അവൾക്ക് മനസ്സിലാവും എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന്. അപ്പോഴെന്ത് ചെയ്യും? ശരിയാ, ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ എന്തായാലും നിരഞ്ജൻ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ദേവികയ്ക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുമെന്ന് അറിയട്ടെ. അതുപോലെ പ്രധാനമാണ് രാഹുലിനെ ഇൻഫോം ചെയ്യുന്നതും. ഒരുപക്ഷെ അയാൾ ദേവികയുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ടെൻഷൻ വരില്ലായിരുന്നു. ദേവികയ്ക്ക് സപ്പോർട്ടായി അയാൾ കൂടെ നിൽക്കുമായിരുന്നല്ലോ. സുജേച്ചി, രാഹുൽ സാറിനൊരു സിസ്റ്റർ ഇല്ലേ? അവര് വിവരം അറിയിച്ചാലോ? ആ, ഊർമിളയെന്ന ആ ചേച്ചിയുടെ പേര്. ദേവിക കലണ്ടറിലോ മറ്റോ നമ്പർ കുറിച്ചിട്ടുണ്ട്. നോക്കി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ചേച്ചിയെ വിളിക്കാം. ഹലോ, ഞാൻ രാഹുലിന്റെ ചേച്ചിയാ, ഊർമിള. നിങ്ങൾ എവിടെയാ? ഞങ്ങൾ എവിടെയുണ്ട്. എവിടെ? ദേ, നിങ്ങളുടെ കൂടെ അവളും കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. ദേവിക. ദേവികയ്ക്ക് ടൈം ടിവിയിലും ജോലി ശരിയായി എറണാകുളത്ത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം പറ്റിയതെല്ലാം എന്റെ അനിയനാ. എന്നവളെ തോളിലേറ്റിയോ അന്ന് രാഹുലിന്റെ ശനിദശ തുടങ്ങി. ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് അല്ലല്ലോ ചേച്ചി. അവര് രണ്ടുപേരും സ്നേഹിച്ചവരല്ലേ? നിങ്ങളല്ലെങ്കിലും അവളുടെ സൈഡേ പറയൂന്ന് എനിക്കറിയാം. സ്നേഹിച്ചു പോലും. ആണുങ്ങളെ വലവീശി പിടിക്കുന്നതിന് സ്നേഹമെന്നാണോ പറയുന്നത്? അവളെ കണ്ടാലേ അറിയാം കയ്യിലിരിപ്പ് ശരിയല്ലെന്ന്. പെൺകുട്ടികളുടെ മുഖത്ത് അനാവശ്യമായിട്ട് നോക്കാത്തവനായിരുന്നു രാഹുൽ. അത്രയ്ക്ക് ചിട്ടയിലും അച്ചടക്കത്തിലുമാ ഞങ്ങളവനെ വളർത്തിയത്. അവൾ ഒരുത്തിയായിട്ട് ഒക്കെ നശിപ്പിച്ചു. തർക്കിക്കാൻ വേണ്ടി പറയുകയല്ല, ചേച്ചിയെ ദേഷ്യം പിടിപ്പിക്കാനും അല്ല. ദേവികയുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അവളുടെ ഭാഗത്തേ ഉള്ളൂ തെറ്റ്. അതെങ്ങനെ? കുടുംബത്തിൽ പറക്കണ്ടേ? ആയിക്കോട്ടെ. ചിട്ടയും അച്ചടക്കവും ഉള്ള ഒരു കുടുംബത്തിൽ വളർന്ന രാഹുൽ ഒരു പെണ്ണ് വലയുമായി വന്നപ്പോ അതില് വീണെന്തിനാ? ഒഴിഞ്ഞു മാറായിരുന്നില്ലേ? അതിനാണല്ലോ ഈ പ്രേമം എന്ന് പറയുന്നത്. പ്രേമമല്ല, ശരിക്കും പ്രേമ കുരുക്കില അവൻ തലവെച്ചു കൊടുത്തത്. ആ സ്റ്റേജ് കഴിഞ്ഞ് അവര് വിവാഹം കഴിച്ചല്ലോ, ഒരു കുഞ്ഞും ഉണ്ടായി. അപ്പോഴും കഥയിലെ നായിക അവള് തന്നെയാണല്ലോ.
നിങ്ങൾ ദേവികയ്ക്ക് വേണ്ടി അധികം വാദിക്കണ്ട. ആ ബന്ധം കൊണ്ട് കേടുപറ്റിയതേ എന്റെ അനിയന് മാത്രമാ. ഒരു കേടുപാടും കൂടാതെ അവള് ജീവിക്കുന്നില്ലേ? ഇപ്പൊ ടിവിയിൽ ജോലിയുമായി. രാഹുലോ എവിടെ അവൻ? ബിസിനസ് പൊളിഞ്ഞിട്ട് സ്ഥലം വിട്ടുപോലും. ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. അവൻ ഉണ്ടാക്കിയ പണം അവളുടെ ദൂരത്തിന് വേണ്ടി കളഞ്ഞു കുളിച്ചു. നിൽക്കക്കള്ളി ഇല്ലാതായപ്പോ രാഹുലിന് നാട് വിടേണ്ടി വന്നു. അതല്ലേ സംഭവിച്ചത്? അങ്ങനെയല്ല, ചേച്ചിക്ക് അറിയാൻ മേലഞ്ഞിട്ടാ. എന്നാ പിന്നെ അറിയാവുന്നവരങ്ങ് പറയും. ഈ പറഞ്ഞ പോലെ ദൂരത്തിലും ആഡംബരത്തിലും ജീവിക്കുന്ന ആളല്ല ദേവികേച്ചി. ഹസ്ബൻഡ് വരുത്തിവെച്ച കടത്തിന്റെ 3/4 പങ്കും ചേച്ചി വീട്ടിൽ കഴിഞ്ഞെന്നുള്ള കാര്യം അറിയോ? 1-2 ലക്ഷമല്ലെന്ന് ഓർക്കണം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാ അവൾ അതിനുള്ള വഴി കണ്ടെത്തിയത്. ബാക്കി പണം മുഴുവൻ കിട്ടാനുള്ളവർ ഇപ്പോഴും ദേവികയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കടം വീട്ടാൻ അവള് വഴി കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ. എന്ത് വഴി? സ്വന്തം പേരിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി വിറ്റു. എന്നിട്ടും ഈ നിമിഷം വരെ ദേവികേച്ചി ഭർത്താവിനെ തള്ളി പറഞ്ഞിട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. എപ്പോ തിരിച്ചു വന്നാലും മുഖം കറുപ്പിക്കാതെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഊർമിളേച്ചിയെ ഞങ്ങൾ കാണണമെന്ന് വെച്ചത് മറ്റൊരു വിവരം അറിയിക്കാൻ വേണ്ടിയാ. സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള സഹായത്തിനാണെങ്കിൽ ചോദിക്കണമെന്നില്ല. ഒരിക്കലുമല്ല, അതിലും സീരിയസ് ആയ വിഷയ. ദേവികയെ ചേച്ചി അംഗീകരിക്കണം ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ സമ്മതമില്ലാത്ത സഹോദരന്റെ ജീവിതത്തിൽ വന്നു കയറിയ ആളാണല്ലോ. പക്ഷെ അവളുടെ മോൾ പ്രാർത്ഥന ചേച്ചിയുടെ അനിയന്റെ കുട്ടിയാണ്. സ്വന്തം കുടുംബത്തിലെ രക്തമാണ്. പ്രാർത്ഥന മോളോട് ചേച്ചിക്ക് വിരോധമുണ്ടോ? ഉണ്ടെന്നാര് പറഞ്ഞു? അത്ര മനുഷ്യപ്പറ്റില്ലാത്തവളല്ല ഊർമിള. ദേവിക പ്രസവിച്ചതാണെങ്കിലും കൊച്ചിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. എങ്കിൽ ചേച്ചി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ദേവികയ്ക്ക് ഇനിയും അറിയാത്തൊരു രഹസ്യം രാഹുലിനെ അറിയിക്കാൻ നിവൃത്തിയില്ല. ചേച്ചിയോടെങ്കിലും പറയേണ്ടത് ഞങ്ങളുടെ കടമയാണ്. എന്താ കാര്യം? രാഹുലിന്റെ മോൾക്ക് ഒരു അസുഖമുണ്ട്. എന്തസുഖം? പ്രാർത്ഥന മോൾ ക്യാൻസർ പേഷ്യന്റാണ്. ബ്ലഡ് ക്യാൻസർ. സത്യാണോ? മോളെയോ അമ്മയോ ഒന്നും അറിയിച്ചിട്ടില്ല. ഞങ്ങൾ ആ ഭാരം മനസ്സിൽ കൊണ്ടു നടക്കുക. രാഹുലിനെ കുറിച്ച് എന്തെങ്കിലും സൂചന ചേച്ചിക്കുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ കാര്യം പുള്ളി ഒന്ന് അറിയിക്കണം. അപേക്ഷയാണ്.
പോയിട്ട് എന്തായി? രാഹുലിന്റെ വൈഫിനെ കണ്ടോ? ഇല്ല. അവിടെ ശരിക്കും പ്രശ്നം എന്താ? ദേവികയെ അറിയിക്കാതെ കൂട്ടുകാരികൾ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത്. ആ പുസ്തകത്തിൽ നിന്ന് തലപൊക്കി ഇങ്ങോട്ടൊന്ന് നോക്ക്. വല്ലാത്ത വിധിയായിപ്പോയി. ദേവിക അഹങ്കാരിയ, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാലും അവളുടെ മോൾ രാഹുലിന്റെ കുഞ്ഞാണല്ലോ പ്രാർത്ഥന. എന്നുവെച്ച എന്റെയും രക്തം. തള്ള വേറെയാണെന്ന് കരുതി നമ്മുടെ കുടുംബത്തിലെ അല്ലാതായി പോവോ കുഞ്ഞ്? കാര്യം എന്താണെന്ന് പറയാ. പ്രാർത്ഥന മോൾക്ക് ക്യാൻസർ അസൈതുട്ടാ, രക്തത്തില. ഈശ്വര, അസുഖം ഇന്നതാണെന്ന് കണ്ടുപിടിച്ചതേ ഉള്ളൂ. ദേവികയാണെങ്കിൽ പുതിയ ജോലി കിട്ടി എറണാകുളത്തുണ്ട്, ടൈം ടിവിയിൽ. ആ കൂട്ടുകാരി പെമ്പിള്ളർ സുജയും അനുവും ആത്മാർത്ഥത ഉള്ളവരാ. മോൾക്ക് ക്യാൻസർ ആണെന്ന് അവരിതുവരെ ദേവികയെ അറിയിച്ചിട്ടില്ല. അറിയിച്ചത് അവക്ക് താങ്ങാൻ പറ്റുമോ? പെറ്റ തള്ളയല്ലേ. ഉരുകുന്നത് ആ കൂട്ടുകാരികളാ. രാഹുലിന്റെ ചേച്ചി എന്ന നിലയ്ക്ക് അവരെന്നെ വിളിച്ച് വിവരം പറഞ്ഞു. അവനുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ആശ്വാസമായിരുന്നേനെ. എങ്ങനെ അറിയിക്കും? എവിടെയാണെന്ന് ഒരു നിശ്ചയവും ഇല്ല. കടം കയറുന്നവരെല്ലാം ഇങ്ങനെ നാട് വിട്ടു പോവുകയാണോ ചെയ്യുന്നത്? നാട്ടിൽ നിന്നെങ്കിലല്ലേ ഒരു പരിഹാരം കാണാൻ പറ്റൂ. മുങ്ങി നടന്ന കടം വീടുവോ? ഒരഭിപ്രായവും പറയാനില്ലേ? അവന് വല്ല ആപത്തും പറ്റിയോന്നാ ഇപ്പൊ എന്റെ പേടി. അല്ലെങ്കിൽ ഇത്ര നാളായിട്ടും നമ്മളെങ്കിലും ഒന്ന് വിളിക്കാതിരിക്കുവോ? ഓ, എങ്ങനെ ഒന്ന് അറിയ? ആരോടാ ഒന്ന് തിരക്കുക? ആ മോളുടെ കാര്യം ഓർത്തിട്ട് സഹിക്കുന്നില്ല. ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ. ഊർമിളെ, അപ്രിയമായ സത്യങ്ങൾ പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പോലും അറിയിക്കാതിരുന്നത്. എന്ത് സത്യം? രാഹുൽ തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ രാജ്യം വിട്ട് മുങ്ങിയിട്ടൊന്നുമില്ല. അയാൾ എറണാകുളത്തുണ്ട്. എറണാകുളത്തോ? ആര് പറഞ്ഞു? എനിക്കറിയാം. ഒരു IT കമ്പനിയിൽ 1-ാം തരം ജോലിയുമുണ്ട്. ഏത് രാഹുലിനെ കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നത്? നിന്റെ അനിയനും എന്റെ അളിയനുമായ രാഹുൽ കൃഷ്ണയെ പറ്റി തന്നെ. എന്നിട്ട് നിങ്ങൾ അക്കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചെന്തിനാ ഇത്രയും നാളും? ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. എറണാകുളത്ത് IT കമ്പനി ജോലി ചെയ്യുന്നതിന് ഇത്ര പ്രശ്നം എന്താ? അതൊരു നാണക്കേടുള്ള കാര്യമാണോ? ജോലിയിൽ നാണക്കേടില്ല. പക്ഷെ രാഹുൽ മറ്റൊരു നാണക്കേടിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അത് മായ്ക്കാൻ സകലം പ്രയാസമാണ്. മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറ. എറണാകുളത്ത് രാഹുൽ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടുകാരിയുണ്ട് കൂടെ, ബിന്ദു മേനോൻ. കൂട്ടുകാരി എന്ന് വെച്ചാ? അത് തന്നെ. അവളും അവനും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസം. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. IT കമ്പനിയിൽ അവൾക്കും ജോലിയെന്ന് അറിഞ്ഞത്. ഞാനിത് അറിഞ്ഞിട്ട് കുറച്ചു നാളായതാണ്. പക്ഷെ പറയാൻ പറ്റുന്ന കാര്യമാണോ? എടാ മഹാഭാബി, നശിച്ചു പോകുന്നീ. ഡോർ തുറക്കാൻ എന്താ അത്ര താമസം? ഞാൻ മുകളിലത്തെ റൂമിലായിരുന്നു. വേറെ ആരെങ്കിലും മുകളിലുണ്ടോ?
രാഹുൽ അല്ലാതെ വേറെ ആരെങ്കിലും ഇപ്പൊ ഈ വീട്ടിലുണ്ടോന്ന്? ഉണ്ട്. എനിക്കറിയായിരുന്നു. ആരാ അവൾ? ബിന്ദു മേനോ. ഞാനല്ലാതെ ഈ വീട്ടിലുള്ളത് ഇപ്പൊ നീ മാത്രമാണ്. അല്ലെങ്കിൽ കയറി പരിശോധിക്കേ. അങ്ങനെ ആരും ഇല്ലെങ്കിലാ എന്റെ സ്വഭാവം മാറാൻ പോകുന്നത്. ഒരു സംശയം കൊണ്ട് വന്നിരിക്കുന്നു. വെറുതെ സംശയിച്ചതല്ല. രാഹുൽ എന്താ നേരത്തെ ഓഫീസിൽ നിന്ന് പോന്നത്? വല്ലാതെ ബോറടിച്ചു. എന്നാ പിന്നെ പോന്നേക്കാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ എന്താ എന്നെ കൂടി വിളിക്കാതിരുന്നത്? നിനക്കും ബോറടിക്കുന്നുണ്ടായിരുന്നു. കോമഡി പറയാതെ. നിങ്ങൾ ഇറങ്ങിയ അതേ സമയത്ത് അക്കൗണ്ട്സിലെ ബീന മാത്യു ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഓ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞു. ബിന്ദു, സംശയമാണ് നിനക്ക്. വൃത്തികെട്ട സംശയം. എങ്ങനെ സംശയിക്കാതിരിക്കും? റിസപ്ഷനിസ്റ്റിനോടുള്ള മോഹം കാരണം ഭാര്യയും മോളെയും മറന്ന ആളല്ലേ നിങ്ങള്? അതുകൊണ്ടാ റിസപ്ഷനിസ്റ്റിന് നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. അന്ന് റിസപ്ഷനിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന ബിന്ദു മേനോൻ ഇന്ന് പ്രോജക്ട് മാനേജർ രാഹുൽ കൃഷ്ണയുടെ അസിസ്റ്റന്റ് ആണ്. ഡെസിഗ്നേഷനിലും സാലറിയിലും കരിയർ ഗ്രാഫ് ഒരുപാട് മുകളിലേക്ക് ഉയർന്നു. രാഹുലിന്റെ കരിയർ ഗ്രാഫ് താഴേക്ക് പോയെന്ന് തോന്നുന്നുണ്ടോ? രാഹുൽ, ദേവികയെ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? പറയേ. എടുക്കുന്നില്ലേ? നോക്കട്ടെ. ഓ, അളിയൻ കോളിംഗ്. ഊർമിളേച്ചിയുടെ ഹസ്ബൻഡ് സേതുമാധവൻ. പതിവില്ലാതെ എന്തിനായിരിക്കും വിളിക്കുന്നത്? അന്നേരം വീണ്ടും വിളിക്കില്ലേ? കാര്യം എന്താന്ന് നമുക്കറിയാം. അറ്റൻഡ് ചെയ്യണ്ടെന്ന് നോക്കട്ടെ. ഹലോ, ഇത് രാഹുൽ കൃഷ്ണയുടെ നമ്പർ അല്ലേ? അതെ. ആരാ സംസാരിക്കുന്നത്? വിളിക്കുന്ന ആരാണ്? ഞാൻ രാഹുലിന്റെ ബ്രദർ ഇൻ ലോയാണ്, സേതുമാധവൻ. എനിക്കങ്ങനെ ഒരു ആങ്ങളെ ഇല്ലല്ലോ. അതിന് നിങ്ങൾ രാഹുലിന്റെ ഭാര്യയാണോ? അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഫോൺ എടുക്കുവോ? അളിയനിപ്പോ എന്താ വേണ്ടത്? അയാളുടെ ഒരു പ്രധാനപ്പെട്ട മാറ്റർ പറയാനുണ്ട്. ദേവികയും മോളും എറണാകുളത്തേക്ക് വരുന്നു. എന്തിന്? ദേവിക്ക് അവിടെ ജോലി ശരിയായി. ആ സന്തോഷം പങ്കുവയ്ക്കാനല്ല വിളിച്ചത്. രാഹുലിന്റെ മോളാണ് പ്രാർത്ഥന. അവളിന്നൊരു പേഷ്യന്റ് ആണ്. മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞേക്ക്. ജീവിതം എൻജോയ് ചെയ്യുന്നതിനിടയിൽ ഇത്തരം വാർത്തകൾ ഒരു ശല്യമായിരിക്കും. എന്നാലും ഒന്ന് അറിയിച്ചേക്ക്. മോളെ ഇത്രയും മാരകമായ രോഗം പിടികൂടിയിരിക്കുകയാണെന്ന്. എന്തായാലും അച്ഛനല്ലേ. എന്തിനാ ആളിയും വിളിച്ചത്? നിങ്ങളുടെ മുൻ ഭാര്യയും മകളും എറണാകുളത്തേക്ക് വരുന്നെന്ന്.